ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം? ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയൂട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി? ഉത്തരം പഴശ്ശിരാജ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് ഹാൽഡിയ. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? ഉത്തരം CR ദാസ, മോത്തിലാൽ നെഹ്റു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി? ഉത്തരം 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത? ഉത്തരം ടെസ്സി തോമസ്. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം മരുപ്രദേശം. ചേരി ചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം? ബാന്തുങ് സമ്മേളനം. അടുത്ത ചോദ്യം, സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ? ഉത്തരം ബ്യാരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? ഉത്തരം ചിനൂക്ക്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഉത്തരം ഖാരിഫ്, നെല്ല്, റാബി, പരുത്തി, സൈദ്, പഴവർഗ്ഗങ്ങൾ. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഖാരിഫ്, നെല്ല്, സൈദ്, പഴവർഗ്ഗങ്ങൾ. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഉത്തരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 3ഉം 4ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ, ബൊക്കാറോ, ഝാർഖണ്ഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 എന്നിവയാണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏവ? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അടുത്ത ചോദ്യം, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏത്? ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക്. UNDPയുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവിക വികസന സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 131. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ 1 മാത്രമാണ് പെടാത്തത്. 2, 3, 4 എന്നിവ പെടുന്നവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. അടുത്ത ചോദ്യം, കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണരൂപം? ഉത്തരം അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതായത് 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നുള്ള എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അടുത്ത ചോദ്യം, കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതി. അടുത്ത ചോദ്യം, കേരളത്തിലെ നെൽവയൽ
തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ഉത്തരം 2008 ഓഗസ്റ്റ് 11. കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി? ഉത്തരം ശ്രീ വി ശിവൻകുട്ടി. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്ര? ഉത്തരം 11. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3 മുതൽ പ്രാബല്യം. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഉത്തരം 58. ഭാദ്ര, നാഗർ ഹവേലി, ദാമൻ, ദിയു എന്നീ കേന്ദ്രപ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഉത്തരം പ്രഫുൽ പട്ടേൽ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 91ാം ഭരണഘടനാ ഭേദഗതി. സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം സ്റ്റേറ്റ് ലിസ്റ്റ് 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റ് 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റ് 47 വിഷയങ്ങൾ. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം തെറ്റാണ്. 2ഉം 3ഉം ശരിയായവയാണ്. ബാക്ടീരിയ നശിപ്പിക്കുന്നു, ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു എന്നിവ. സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം. 1 കോർണിയ വരൾച്ച തടയുന്നതിന്, 4 നിശാന്തത തടയുന്നതിന്. അടുത്ത ചോദ്യം, പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകൾ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് ശരിയായവ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കി. അടുത്ത ചോദ്യം, ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ്? ഉത്തരം വാരിസെല്ല വൈറസ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമേത്? ഉത്തരം എലിപ്പനി. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം 120/80 mm/Hg. ഈ പറഞ്ഞ ഉത്തരത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് നോക്കണേ. അടുത്ത ചോദ്യം, ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്? ഉത്തരം 2013. ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൊറോണ വൈറസ്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബോയിൽ നിയമം. താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഉത്തരം ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ഇവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അടുത്ത ചോദ്യം, ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത്? ഉത്തരം ജാൻ ടെല്ലർ മെറ്റൽ. അടുത്ത ചോദ്യം, ലോകത്തിലെ 3ാമത്തെ വലിയ വജ്ര ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം ബോട്സ്വാന. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്ര? ഉത്തരം ഓപ്ഷൻ സി 24 സെന്റിമീറ്റർ. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. പ്രസ്താവന, ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിനു വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. ഇതിൻ്റെ ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ്. എസും ആറും ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണമാണ് 6. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഉത്തരം ഗഗൻയാൻ. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം GSLV F-10. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? ഉത്തരം P.K. കാളൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? ഉത്തരം എലിപ്പത്തായം.
1990 വിംബിൾട്ടൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. ഉത്തരം ലിയാൻഡർ പേസ്. താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഏകാന്ത പഥികൻ. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? ഉത്തരം അജയ് ദേവ്ഗൺ. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഉത്തരം 3. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആര്? ഉത്തരം മാൽക്കം. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? ഉത്തരം ഗേറ്റ്വേ. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ച് കൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ഉത്തരം ക്യാഷ് മെമ്മറി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി? ഉത്തരം ടെക്ജൻഷ്യ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ? ഉത്തരം ബോസ്. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? ഉത്തരം വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? ഉത്തരം ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. ഏത് നിയമത്തിലാണ് സാമൂഹ്യ ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? ഉത്തരം നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ എന്നുള്ളതാണ് തെറ്റായത്. ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. മജിസ്ട്രേറ്റിന് നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി? ഉത്തരം 18 വയസ്സിൽ താഴെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഹീരാലാൽ സമരിയയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത ചോദ്യം, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 102 ഭേദഗതി നിയമം 2018. അടുത്ത ചോദ്യം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 71 ഓപ്ഷൻ സി, 72 ഓപ്ഷൻ ഡി, 73 ഓപ്ഷൻ എ, 74 ഓപ്ഷൻ എ, 75 ഓപ്ഷൻ എ, 76 ഓപ്ഷൻ ബി, 77 ഓപ്ഷൻ സി, 78 ഓപ്ഷൻ സി, 79 ഓപ്ഷൻ ബി, 80 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ആണ്. Fill in the blanks with the appropriate words. I bought a pen. Dash pen writes well. ഉത്തരം ഓപ്ഷൻ സി, ദ ആണ് ആർട്ടിക്കിൾ വരുന്നത്. I bought a pen. The pen writes well. അടുത്ത ചോദ്യം, the principal along with his staff dash going for a picnic. ആൻസർ ഓപ്ഷൻ ബി, is ആണ്. The principal along with his staff is going for a picnic. അടുത്ത ചോദ്യം, I usually drink tea but today I dash coffee. ഉത്തരം ഓപ്ഷൻ എ, am drinking ആണ്. വായിച്ചു നോക്കാം. I usually drink tea but today I am drinking coffee. അടുത്ത ചോദ്യം, this house is dash than my house. ഉത്തരം ഓപ്ഷൻ ബി, bigger than my house. This house is bigger than my house. അടുത്ത ചോദ്യം, ഡോക്ടർ കലാം was born dash 1931. ഉത്തരം ഓപ്ഷൻ സി, in 1931 ആണ്. ഡോക്ടർ കലാം was born in 1931. One of his dash is studying in Mumbai. ഉത്തരം ഓപ്ഷൻ ബി, sons. One of his sons is studying in Mumbai. അടുത്ത ചോദ്യം, he ran dash. He ran fast. The meaning of harmony is? The answer is agreement. The meaning of harmony is agreement. അടുത്ത ചോദ്യം, the synonym of cease is? Catch. The antonym of cease is? Begin.
അടുത്ത ചോദ്യം, നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമേത്? ഉത്തരം നൈതികം. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? ഉത്തരം അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം എനിക്ക് 10 തേങ്ങ വേണം. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉത്തരം ഉത് അധികം നമ്രം. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? ഉത്തരം കച്ചപം. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ? ഉത്തരം നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? ഉത്തരം സ്വാമികൾ. അവരജൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം അഗ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ഉത്തരം ഉദ്ഗ്രഥിതം. ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ്? ഉത്തരം ഭ്രാതാവ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്